ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് വീണ്ടും വെട്ടിക്കുറച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 73 ലക്ഷം രൂപയാണ് വെട്ടിക്കുറച്ചത്. 4.99 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്ന ബോർഡ് 4.26 കോടി രൂപ നൽകാനേ കഴിയൂവെന്നും രേഖാമൂലം അറിയിച്ചു. എന്നാൽ 7.04 കോടി രൂപ വേണം എന്നാണ് കരാറുകാരുടെ നിലപാട്. തിരുവനന്തപുരത്ത് നിന്നും ശ്യാമപ്രസാദ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏത് രീതിയിലാണ് കണക്കുകൾ ഇപ്പോൾ വരുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു ഇതിന്റെ ആഗോള സംഗമത്തിന്റെ നടത്തിപ്പ് വകയിൽ തന്നെ കമ്പനിക്ക് 7.04 കോടി രൂപ നൽകാമെന്ന് അന്നത്തെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ PS പ്രശാന്ത് ഉറപ്പ് നൽകിയതാണ്. പിന്നീട് ഭരണസമിതി മാറി വന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. K ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പിന്നീട് അധികാരമേൽക്കുകയും ചെയ്തു. പിന്നീട് ഇത് ഭരണസമിതി 4.99 കോടി നൽകാനേ കഴിയുള്ളൂ എന്നുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെ 7.04 കോടിയും വേണമെന്ന ആവശ്യത്തിൽ അപ്പോഴും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. തുടർന്ന് ഹൈക്കോടതിയിലേക്ക് പോവുകയും ചെയ്തു. ഹൈക്കോടതിയിലും ഈ വാദമുഖങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡിനെതിരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുകയും ചെയ്തത്. കണക്ക് പരിശോധിച്ച ശേഷം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം 4.99 കോടി നൽകാൻ കഴിയില്ലെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പകരം 4.26 ലക്ഷം രൂപ നൽകാമെന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ IICക്ക്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിനെ കത്ത് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇനി മറുപടി നൽകേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഈ മറുപടി എന്തായാലും നിർണായകമാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.